ചെറുനാരങ്ങ കാന്താരിയും വിനാഗിരിയെല്ലാം ഇട്ട് വെച്ച് അങ്ങനെ ഉണ്ടാകും കൂട്ടുകാരെ. നമുക്കിന്നൊന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. കുറച്ചൊരു 4-5 ചെറുള്ളി നാരങ്ങ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് വെച്ച് നമുക്കിന്നൊന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഒന്ന് തവ വെച്ച് വേവിച്ചെടുത്തതാണ്. അതിനൊന്ന് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കാന്താരി മുളക് പഴുത്ത് ഇല്ലതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പഴുക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് അത് പഴുത്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉപ്പും ഇതെല്ലാം ഇട്ട് കാന്താരിയെല്ലാം ഇട്ടിട്ട് വിനാഗിരി എല്ലാം ഒഴിച്ചിട്ട് നമുക്കിതൊരു ബൗളിലാക്കി എടുത്ത് വെക്കാം. കുറച്ച് വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ വെച്ചിട്ടാ. അപ്പോൾ നമുക്ക് ഉപ്പിട്ടൊന്ന് നല്ല ഞരടി വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചെറിയൊരു ബൗളിൽ ഒരു 5 നാരങ്ങയിലുണ്ടായിട്ട് അപ്പോൾ ചെറിയൊരു ബൗളിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്തു. കണ്ടില്ലേ, കാന്താരി മുളക് നന്നായി പൗത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് കണ്ടില്ലേ, എന്തായാലും ഫായിന്ന് വെള്ളം ഒടിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഞാനിത്. കണ്ടേ, എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. അയ്യോ, വായിൽ വെള്ളം ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും.